വെൽക്കം ടു സിലബസ് അക്കാഡമി. എല്ലാവർക്കും സിലബസ് അക്കാഡമി കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ സിലബസിലെ വേവ്സ് എന്ന ടോപ്പിക്കിന്റെ വേവ്സ് എന്ന ഫസ്റ്റ് മൊഡ്യൂളിന്റെ ക്ലാസ് ആണ് എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഇന്ന് നമ്മൾ നിർത്തിയത് എവിടെ വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എന്ന ടോപ്പിക് വെച്ചാണ് നിർത്തിയത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗണ്ട് വേവിന്റെ തന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് വെച്ചാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് പറയുന്നത് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് ആണ്. അതിൽ എന്താണ് റിഫ്ലക്ഷൻ നമ്മൾ ലൈറ്റിന്റെ കേസിലൊക്കെ നമ്മൾ റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ആ രണ്ട് മീഡിയത്തിന്റെ ബൗണ്ടറിയിൽ വെച്ച് ലൈറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സിമിലർലി അതുപോലെ തന്നെയാണ് സൗണ്ട് വേവിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അതായത് സൗണ്ട് വേവ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അതിന്റെ രണ്ടിന്റെയും ബൗണ്ടറിയിൽ വെച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സൗണ്ട് വേവിന്റെ റിഫ്ലക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നേച്ചറിൽ ഒരുപാട് ഫിനോമിനൻസ് ഈ സൗണ്ട് വേവിന്റെ റിഫ്ലക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അടുത്തതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ, അതായത് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റോ സൗണ്ടോ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പാത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റിന്റെ റിഫ്രാക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ഗ്ലാസ്സിൽ ഒരു പെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പെൻസിൽ ഒടിഞ്ഞതായിട്ട് നമുക്ക് തോന്നും. ഇത് ലൈറ്റിന്റെ റിഫ്രാക്ഷൻ ഉണ്ടാവുന്നതാണ്. സെയിം കേസ് ആരതിലും ഉണ്ടാവും, സൗണ്ട് വേവിന്റെ കാര്യത്തിലുണ്ട്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ സൗണ്ട് വേവിന്റെ പാത്തിന് വേരിയേഷൻ സംഭവിക്കുന്നു. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എക്കോ എന്ന് പറയുന്നത്. എന്താണോ എക്കോ? അതായത് നമ്മൾ എല്ലാവരും നേച്ചറലി ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ് ഈ എക്കോ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിലോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്കോ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതായത് മൂന്നാറിലൊക്കെ പോയ ആളുകൾക്ക് എക്കോ പോയിന്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എന്താണ് അവിടെ സത്യത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കുറച്ച് സമയത്തിന് ശേഷം അതേ സൗണ്ട് തന്നെ നമ്മൾ തിരിച്ചു കേൾക്കും. ഇതിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ സൗണ്ട് നമ്മൾ കേട്ടതിന് ശേഷം ഇതേ സൗണ്ട് തന്നെ വീണ്ടും ഒബ്സർവ് ചെയ്യുന്ന, വീണ്ടും കേൾക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒബ്വിയസ്ലി നമ്മുടെ ചെവിയിലെത്തും. ഫസ്റ്റ് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയിലെത്തുമല്ലോ, എത്തും. കാരണം ചെവിയും ഈ വായും ലാരിങ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ആദ്യം അത് കേൾക്കും. then അതിനുശേഷം ഈ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്ത് എന്താണ് ഒബ്സ്റ്റക്കിൾ ഫ്രണ്ടിലുള്ള ആ ഒബ്സ്റ്റക്കിളിൽ തട്ടി അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നതാണ് നമ്മൾ കേൾക്കുന്നത്, എക്കോ എന്ന് പറയുന്ന പ്രോസസ്സ്. എന്നാൽ the repetition of sound waves caused by reflection of sound waves എന്നാണ്, റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട് കോസ്ഡ് ബൈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് ആണ് എന്ത് എന്ന് പറയുന്നത്, എക്കോ എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണ്? നമ്മൾ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സും അത് റിഫ്ലക്ട് ചെയ്യുന്ന സർഫസും തമ്മിൽ മിനിമം 17 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ, മിനിമം 17 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്കോ എന്ന് പറയുന്ന ഫിനോമിന നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത് സൗണ്ടിന്റെ റിഫ്ലക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒബ്സർവ് ചെയ്യണമെങ്കിൽ മിനിമം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സും അത് റിഫ്ലക്ട് ചെയ്യുന്ന ബൗണ്ടറിയും തമ്മിൽ 17 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ, ഈ പറയുന്ന എക്കോ എന്ന് പറയുന്ന ഫിനോമിനൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായി പറയാനുള്ള ടോപ്പിക്കാണ് റിവർബറേഷൻ. എന്താണ് റിവർബറേഷൻ? റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ടോക്കിംഗ് ഇറ്റ്സ് ദ റിഫ്ലക്ഷൻ ഇറ്റ് സെൽഫ്. റിഫ്ലക്ഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, റിവർബറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവർബറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ ഹാളിലോ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് റൂമാണല്ലേ, 4 ഭാഗവും ക്ലോസ്ഡ് ആയ ഒരു റൂമാണ്. അതിൽ നമ്മൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ വാൾസ് തമ്മിൽ ഡിസ്റ്റൻസ് 17 മീറ്റർ എന്തായാലും, 17 മീറ്റർ കൂടുതൽ എന്തായാലും ഉണ്ടാവും.
അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉണ്ടാവും. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ഈ വാൾസിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ കൂടി നമുക്ക് നമ്മൾ പറയുന്ന സൗണ്ട് അല്ലാതെ, ഈ എക്കോ അല്ലാതെ വേറെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്, റിവർബറേഷൻ എന്ന് പറയുന്നത്. ഇതൊരു നോയ്സ് സിറ്റുവേഷൻ ആണ് റിവർബറേഷൻ എന്ന് പറയുന്നത്. ഇത് കുറക്കാനായി, ഈ റിവർബറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറക്കാനായി ഓഡിറ്റോറിയങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അവയുടെ ചുമര്, പിന്നെ അതുപോലെ തന്നെ റൂഫ് ഒക്കെ ഈ റഫായ മെറ്റീരിയൽസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി, ഈ തിയേറ്ററുകളൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് തിയേറ്റർ ഒക്കെ ഓബ്വിയസ്ലി ക്ലോസ്ഡ് റൂംസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ തിയേറ്ററിന്റെ വാൾസ് ഒക്കെ എന്തായിരിക്കും, ഈ സൗണ്ട് റിഫ്ലക്ട് ചെയ്യാത്ത തരത്തിലുള്ള മെറ്റീരിയൽസ്. സപ്പോസ് അത് എന്തെങ്കിലും ഡിസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് എങ്ങനെയെങ്കിലും റിഫ്ലക്ഷൻ മിനിമൈസ് ചെയ്യുക, ഈ റിവർബറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാന്നാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ് അടുത്ത സൗണ്ടിനെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സൗണ്ട് മനുഷ്യൻ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 0.1 സെക്കൻഡ് സമയം വരെ ഈ സൗണ്ട് നമ്മളെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മളെ ചെവിയിൽ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു സെക്കൻഡ് സമയത്തേക്ക് നമുക്ക് ആ ഒരു സൗണ്ട് മാത്രമേ, 0.1 സെക്കൻഡ് സമയത്തേക്ക് നമുക്ക് ആ ഒരു സൗണ്ട് മാത്രമേ കേൾക്കാൻ സാധിക്കൂ. സപ്പോസ് രണ്ട് സൗണ്ടുകൾ മിക്സ് ചെയ്ത് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ചെവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കേൾക്കാൻ പറ്റില്ല. രണ്ടും കൂടി മിക്സ് ചെയ്തേ നമ്മളത് കേൾക്കും. അതെന്താണ്, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് 0.1 സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 1/10 സെക്കൻഡ്സ് ആണ്. ഓക്കെ, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഇനി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു സാധനം കണ്ട് അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ രണ്ട് വിഷ്വൽസും തമ്മിൽ 1/16 സെക്കൻഡ് സമയമെങ്കിലും എന്ത് വേണം, ഡിഫറൻസ് വേണം. നമുക്കിപ്പോ ഫാന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫാനിന്റെ ഓരോ ലീഫും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിവിജ്വലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അപ്പൊ അതെന്താണ് സംഭവിക്കുന്നത്, അതായത് ഈ ലീഫ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലീഫ് നിന്ന സമയത്ത് നമുക്ക് ആ ലീഫിനെ മാത്രം ഒബ്സർവ് ചെയ്യാൻ പറ്റണമായിരുന്നെങ്കിൽ 1/16 സെക്കൻഡ് സമയം അത് അവിടെ തന്നെ നിൽക്കണം. പക്ഷെ അതവിടെ നിൽക്കുന്നില്ല, അത് റൊട്ടേറ്റ് ചെയ്യാണ്. ആ സമയത്ത് അവിടെ വേറൊരു ലീഫ് വന്ന് കയറാണ്. അപ്പൊ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, ഇത് എല്ലാം കൂടി നമ്മളൊരു ഇതിന്റെ എല്ലാം കൂടി ഒരു സമ്മാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റില്ല. അതാണ് എന്ത് പറയുന്നത്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കാര്യം കൂടുതൽ മനസ്സിലായല്ലോ. അപ്പൊ പെർസിസ്റ്റൻസ് ഓഫ് വിഷനും പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗും നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് സോണാർ. എന്താണ് സോണാർ എന്ന് പറഞ്ഞാല്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിന്റെ ഫുൾ പേര്. അതായത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ റേഞ്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്ത് പറയുന്നത്, സോണാർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ സോണാർ ഈ ഷിപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. സപ്പോസ് ഇതൊരു ഷിപ്പോ അൽബോട്ടോ എന്തെങ്കിലും ആണ്. അതിൽ ഈ സോണാർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും സൗണ്ട് വേവ്സ് ഓഷ്യന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിന്റെ അടിയിലേക്ക് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒബിയസ്ലി ഇത് താഴെ തട്ടി തിരിച്ചു വരും, റിഫ്ലക്ട് ചെയ്ത് ബാക്കിലേക്ക് വരും. അപ്പൊ ഈ റിഫ്ലക്ട് ചെയ്ത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇത് സഞ്ചരിക്കുന്ന ദൂരവും അതിന്റെ വെലോസിറ്റിയും നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം ഇത് തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ സോണാർ എന്ന് പറയുന്ന ഡിവൈസ് ചെയ്യുന്നത്. സയന്റിഫിക്കലി സോണാർ ഇത്രയും ചെയ്യുന്നുള്ളൂ. അതായത് ഒരു സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സൗണ്ട് വേവിന്റെ വെലോസിറ്റി നമുക്കറിയാം. ഇത് ഒരു സ്ഥലത്തേക്ക് പോയി തട്ടി അത് തിരിച്ചു വരുന്ന സമയം നമുക്കറിയാം. അപ്പൊ നമുക്ക് ടൈം അറിയാം, ഇതിന്റെ വെലോസിറ്റി അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതേ പ്രിൻസിപ്പിൾ ആണ് ഈ സോണാർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോണാർ എന്ന് പറയുന്ന ഡിവൈസ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് ഫുൾ നെയിം. ഇത് ഉപയോഗിക്കുന്നത് ഷിപ്പിലും അതുപോലെ തന്നെ റേഞ്ച് കണ്ടെത്താനും പിന്നെ അതുപോലെ തന്നെ നാവിഗേറ്റ് ചെയ്യാനും ഒക്കെയാണ് സോണാർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. സൗണ്ടിന്റെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏതാണോ വേവ്, ആ വേവിന്റെ വെലോസിറ്റി നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അതുപോലെ തന്നെ
ഇത് ഒരു സ്ഥലത്തേക്ക് പോയി തട്ടി തിരിച്ചു വരാൻ എടുക്കുന്ന സമയവും നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താം? ഏത് ഒബ്ജക്റ്റ് ആണോ തട്ടി തിരിച്ചു വന്നത് ആ ഒബ്ജക്റ്റ് നമ്മൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്രൊപ്പഗേറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് എത്ര ഡിസ്റ്റൻസിലാണല്ലോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സോണാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് ഹ്യൂമൻ ഓഡിബിലിറ്റി റേഞ്ച് ആണ്. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ റേഞ്ച് എത്രയാണ്? എളുപ്പമാണ് ഇത് ഓർത്തിരിക്കാൻ. 20 ഹെഡ്സ്, 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ് ആർക്ക് മനുഷ്യന് ഓഡിബിൾ ചെയ്യാൻ പറ്റിയ സൗണ്ടിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഓഡിബിലിറ്റി റേഞ്ച് എത്രയാണ്? 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ. ഇത് നമ്മൾ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്, കാരണം ഒരുപാട് പരീക്ഷ ഇത് ചോദിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ഓഡിബിലിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയാണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. ഓക്കെ, ഇനി എന്താണ് ഈ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും സൗണ്ട്സ് എന്ന് പറയുന്നത്? 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടിനെ നമ്മൾ എന്ത് പറയും? 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടിനെ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും. 20 ഹെഡ്സിന് താഴെയുള്ളതിനെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20 കിലോ ഹെഡ്സിന് മുകളിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? അൾട്രാസോണിക് സൗണ്ട് എന്നും പറയും. മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത് 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസിയുള്ള സൗണ്ട് റേഞ്ച് ആണ്. എന്നാൽ 20 ഹെഡ്സിന് താഴെയുള്ളതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നും 20 കിലോ ഹെഡ്സിന് മുകളിലുള്ളതിനെ നമ്മൾ അൾട്രാസോണിക് എന്നും പറയും. ഓക്കെ, ഇത് കേൾക്കാൻ പറ്റുന്ന കുറച്ച് ജീവികൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അവയാണ് ചില എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. എലിഫന്റിനും അതുപോലെ തന്നെ വെയിൽസിനും ഇൻഫ്രാസോണിക് സൗണ്ട്സ് കേൾക്കാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ബാറ്റ്സ്, ഡോഗ്സ് ഇവയ്ക്ക് അൾട്രാസോണിക് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് കേൾക്കാനുമുള്ള കഴിവുണ്ട്. എക്സാമ്പിൾസ് പഠിച്ചിരിക്കാൻ നല്ലതാണ്. മേ ബി ചിലപ്പോൾ എക്സാമ്പിൾസ് ചോദിച്ചിരിക്കും. എലിഫന്റ്സ്, വെയിൽസ് ഇവയ്ക്ക് ഇൻഫ്രാസോണിക് സൗണ്ട്സ് കേൾക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ബാറ്റ്സ്, ഡോഗ്സ് ഇവയ്ക്ക് അൾട്രാസോണിക് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും കേൾക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് ബീറ്റ്സ്. ബീറ്റ്സ് ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. എന്താണ് ബീറ്റ്സ് എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക. അതായത് രണ്ട് സിമിലർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് സോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു പീരിയോഡിക് ചേഞ്ച് അല്ലെങ്കിൽ ഒരു പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾസ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നു. അതായത് സിമിലർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് സോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് ഒരുമിച്ച് നമ്മളെ ചെവിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഇൻ ഫ്രീക്വൻസി ഒബ്സർവ് ചെയ്യുന്നു. രണ്ട് സിമിലർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് സോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഒരുമിച്ച് നമ്മുടെ ചെവിയിൽ എത്തുകയാണെങ്കിൽ അവിടെ ഒരു പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഇൻ ഫ്രീക്വൻസി നമുക്ക് ഒബ്സർവ് ചെയ്യുന്നു. ഇതാണ് എന്ത് പറയുന്നത്? ഇതിനെയാണ് എന്ത് പറയുന്നത്? ബീറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയാനുള്ളത് എന്താണ് ബീറ്റ് ഫ്രീക്വൻസി. ബീറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബീറ്റ് ഫ്രീക്വൻസി ഉണ്ട്. ഈ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ സിമിലർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സ് ആണെന്ന്. എന്താണ് ഈ സിമിലർ ഫ്രീക്വൻസി? ഈ സിമിലർ ഫ്രീക്വൻസിക്ക് ഒരു റേഞ്ച് ഉണ്ട്. ലെസ് ദാൻ 10 ഹെഡ്സ് ആയിരിക്കണം. അതായത് രണ്ട് സൗണ്ട് സോഴ്സുകളും തമ്മിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ഹെഡ്സിൽ താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റൂ? ബീറ്റ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഇൻ ഫ്രീക്വൻസി ഒബ്സർവ് ചെയ്യുന്നു. ഇതാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. രണ്ട് സിമിലർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് സോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് ഒരുമിച്ച് വരുന്ന സമയത്ത് പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഇൻ ഫ്രീക്വൻസി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ബീറ്റ്സ് എന്ന് പറയും. എന്താണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ രണ്ട് സിമിലർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവുകൾ തമ്മിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് എന്താണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സത്യത്തിൽ അത് എത്രയായിരിക്കണം? അത് ലെസ് ദാൻ 10 ഹെഡ്സ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റൂ? ബീറ്റ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ബീറ്റ് ഫ്രീക്വൻസി ഇസ് ഓൾവേസ് ലെസ് ദാൻ 10 ഹെഡ്സ്. എത്രയായിരിക്കും? 10 ഹെഡ്സിൽ താഴെയായിരിക്കും ഓൾവേസ് എന്തുണ്ടാവൂ? ബീറ്റ് ഫ്രീക്വൻസി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബീറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് സിമിലർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് സോഴ്സുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത്, അത് രണ്ടിലുള്ള സൗണ്ട് വേവ്സ് ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് അത് രണ്ടിന്റെയും കൂടി ഒരു പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഇൻ ഫ്രീക്വൻസി ഒബ്സർവ് ചെയ്യുന്നു. ഇതാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബീറ്റ് ഫ്രീക്വൻസി ഉണ്ടാവണമെങ്കിൽ
ഈ രണ്ട് സിമിലർ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് സോഴ്സുകൾ തമ്മിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ഹെർട്സ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്ന എന്ത് ബീറ്റ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്. ഓക്കെ, നമുക്ക് ഇതിപ്പോ 512 ഹെഡ്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. അതുപോലെ തന്നെ 525 ഹെഡ്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബീറ്റ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ഇവർ തമ്മിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10 ഹെഡ്സ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബീറ്റ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബീറ്റ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റണമെങ്കിൽ 512 515 ഹെഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ ഡിഫറൻസ് ഉണ്ടാവണം. ലെസ് ദാൻ 10 ഹെഡ്സ് ആണെങ്കിൽ നമുക്ക് ഓബ്വിയസ്ലി എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? ബീറ്റ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ള ഒരു ടോപ്പിക്കാണ് റെസണൻസ് എന്ന് പറയുന്നത്. എന്താണ് റെസണൻസ്? നമുക്കറിയാം, ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും അവ വൈബ്രേറ്റ് ചെയ്യുന്നത് അവയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. പ്രകൃതി അവർക്ക് കൊടുത്ത ഫ്രീക്വൻസിയിലാണ് ഈ നേച്ചറിലുള്ള എല്ലാ വസ്തുക്കളും വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. ഈ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കൾക്കും സ്വയമേവ വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീക്വൻസി നമ്മളെ നേച്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് നമ്മളൊരു പാലം ഉണ്ടാക്കി, ഈ പാലം വൈബ്രേറ്റ് ചെയ്യുന്നത് ആ പാലത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. ഓക്കെ, അത് ആ പാലത്തിന്റെ ഇറ്റ്സെൽഫ് അതിന്റെ പ്രോപ്പർട്ടിയാണ്. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും. ഏത് മോളിക്യൂൾ, ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അത് ആ മോളിക്യൂൾസിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് അവ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും പ്രകൃതി അവയ്ക്ക് കൊടുത്ത നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് അത് തന്നെ അതായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ് എന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റേതെങ്കിലും വസ്തുവിന്റെ പ്രേരണയാൽ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഒരു ഫോഴ്സ്ഡ് ഓസിലേഷൻ നടക്കുകയാണെങ്കിൽ, സപ്പോസ് ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ആ ട്യൂണിംഗ് ഫോർക്കിന് 512 ഹെഡ്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസിയിലാണ് ആ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ വേറൊരു ഒരു ട്യൂണിംഗ് ഫോർക്ക്, സപ്പോസ് ഒരു 545 ഹെഡ്സ് ഉള്ള ഒരു ആ, ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് ഇതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണെന്ന് വിചാരിക്കാം. അത് രണ്ടും അടുത്ത് വെച്ച് എക്സൈറ്റ് ആവുമല്ലോ. സത്യത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഈ 545 ഹെഡ്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് 512 നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരുന്ന ഒരു ഒരു ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോ ഈ 545 ഹെഡ്സ് ഉള്ള ഈ ട്യൂണിംഗ് ഫോർക്ക് നാച്ചുറൽ ഫ്രീക്വൻസി 512 നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരുന്ന ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അപ്പോ ഇത് രണ്ടും കൂടി ഒരു ഹയർ ആംപ്ലിറ്റ്യൂഡിൽ, അതായത് ഏതിനെയാണോ നമ്മളിപ്പോ ഏത് ഏത് മെറ്റീരിയലിനെയാണോ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്, ആ മെറ്റീരിയൽ ഈ ഫോഴ്സ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ, അതായത് ഈ 545 ഹെഡ്സിന്റെ അതേ ഫ്രീക്വൻസിയിൽ ഹയർ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് ഫ്രീക്വൻസിയും മാച്ച് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷനാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ളത് 512 ഹെഡ്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്കാണ്. ഞാൻ അതിനെ ഫോഴ്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 545 ഹെഡ്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടാണ്. ഈ 545 ഹെഡ്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് 512 ഹെഡ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 545 ഹെഡ്സിലേക്ക് ഈ 512 പതിയെ പതിയെ വരും. ഓക്കെ, ഈ ഫ്രീക്വൻസി ചേഞ്ചിനെ എപ്പോഴാണോ ഇത് 545 ഹെഡ്സ് ആവുന്നത്, അപ്പൊ നമ്മൾ പറയും ഈ രണ്ട് വസ്തുക്കളും റെസൊണൻസ് കണ്ടീഷനിലായി എന്ന് നമ്മൾ പറയും. അത് മാത്രമല്ല, ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുക ഹയർ ആംപ്ലിറ്റ്യൂഡിലായിരിക്കും. ഓക്കെ, ഈ ഹയർ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് നമുക്ക് നേച്ചറിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതായത് ഈ തൂക്കുപാലങ്ങളിലൂടെ, ഹാങ്ങിങ് ബ്രിഡ്ജസിലൂടെ ഈ സോൾജേഴ്സ് മാർച്ച് ചെയ്ത് പോകാറില്ല നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ തൂക്കുപാലത്തിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അത് ഈ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിലൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഓബ്വിയസ്ലി ഉണ്ടാവും. ഇനി ഈ സോൾജേഴ്സ് മാർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് അവര് എല്ലാവരും ഒരേ സമയത്താണല്ലോ കാല് വെക്കുക മാർച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്.
നമ്മൾ ആ ഫ്രീക്വൻസിയിലോട്ട് ഈ നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള ഈ തൂക്കുപാലത്തിനെ അല്ലെങ്കിൽ ഹാങ്ങിങ് ബ്രിഡ്ജിനെ കൊണ്ടുവരികയാണ്. ഈ നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ പതിയെ കൺവേർട്ട് ചെയ്ത് എവിടത്തേക്ക് കൊണ്ടുവരികയാണ്? പോസ്റ്റ് വൈബ്രേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓസിലേഷൻ ആ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരികയാണ്. എങ്ങാനും ഇത് രണ്ടും മാച്ച് ആവുന്ന സമയത്ത് റെസൊണൻസ് കണ്ടീഷനിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഹയർ ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഈ ആംപ്ലിറ്റ്യൂഡ്, അതായത് ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് ഹൈ ആയിരിക്കും. അപ്പോ ഈ ബ്രിഡ്ജ് വൈബ്രേറ്റ് ചെയ്യുന്ന, ഈ ബ്രിഡ്ജ് ഓസിലേറ്റ് ചെയ്യുന്നത് ഹയർ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്രിഡ്ജ് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജസിൽ ഒരു കാരണവശാലും സോൾജേഴ്സ് മാർച്ച് ചെയ്ത് പോകാറില്ല. അതിന് കാരണം റെസൊണൻസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടന്റ് ആയ വേറൊരു ടോപ്പിക്കാണ്, ഡോപ്ലർ എഫക്റ്റ്. എന്താണ് ഡോപ്ലർ എഫക്റ്റ്? ഡോപ്ലർ എഫക്റ്റ് എല്ലാവരും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു റോഡിൽ നിൽക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരു ആംബുലൻസ് വരികയാണ്. അപ്പോൾ ആംബുലൻസ് നമ്മൾ അപ്രോച്ച്, ദൂരേന്ന് ആംബുലൻസ് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ സൈറൺ വേറെ ഒരു വ്യത്യസ്തമായ ഒരു ഫ്രീക്വൻസിയിലാണ് ഒബ്സർവ് ചെയ്യുക. അത് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് വേറൊരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് വേറൊരു ഫ്രീക്വൻസിയിലാണ് അതിന്റെ സൈറൺ നമ്മൾ കേൾക്കുക. ഈ ഒരു ഫ്രീക്വൻസി ഡിഫറൻസിനെയാണ് അത് നമ്മൾ എന്ത് പറയുന്നത്? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ നമ്മളിപ്പോ ആ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ ഇമാജിനേഷൻ വേണം. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, ആംബുലൻസ് നമ്മളെ ദൂരേന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഒരു വ്യത്യാസമുണ്ട് അതിന്റെ സൗണ്ടിന്. അത് അടുത്തെത്തുന്ന സമയത്ത് നമ്മൾ അതിന്റെ നാച്ചുറൽ, അതായത് സ്വാഭാവികമായ ഫ്രീക്വൻസിയിലാണ് നമ്മളത് കേൾക്കുന്നത്. അത് ദൂരേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. സത്യത്തില് ആംബുലൻസ് നിന്ന് പുറത്തേക്ക് വരുന്ന ആ സൗണ്ട് വേവിന്റെ ഫ്രീക്വൻസിക്ക് ഒരു വ്യത്യാസവും ഇല്ല. അത് അങ്ങനെ തന്നെയാണ്. അതിന്റെ ഫ്രീക്വൻസിക്ക് ഒരു വ്യത്യാസവും ഇല്ല. ആ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നെയാണ്, അതിലൊരു വ്യത്യാസവും ഇല്ല. ബട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വ്യത്യാസമായി ഫീൽ ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഡോപ്ലർ എഫക്റ്റിന്റെ പല തരത്തിലുള്ള കേസസ് ഉണ്ട്. പക്ഷെ അത്രയൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തി നമുക്ക് എളുപ്പത്തിൽ ഡോപ്ലർ എഫക്റ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഡോപ്ലർ എഫക്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ന്യൂ ബാർ ഇസ് ഇക്വൽ ടു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഇതിൽ ഓരോ ടേമും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ആണ്. ഏത് വെലോസിറ്റിയിലാണോ സൗണ്ട് നമുക്ക് ആ സോഴ്സിൽ നിന്നും വരുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി ഓഫ് ദ സൗണ്ട്. ഓക്കെ, അതിൽ കുഴപ്പമില്ല. ഇനി അടുത്ത ന്യൂ ബാർ. ന്യൂ ബാർ ആണ് അപ്പാരന്റ് ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസിയിലാണോ നമ്മൾ ആ സൗണ്ട് കേൾക്കുന്നത് അതാണ് എന്ത്? അപ്പാരന്റ് ഫ്രീക്വൻസി. നമ്മൾ കേൾക്കുന്ന ഫ്രീക്വൻസിയാണ് അപ്പാരന്റ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഫ്രീക്വൻസി, ആ സൗണ്ടിന്റെ ആക്ച്വൽ ഫ്രീക്വൻസി. എത്രയാണോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി, അതാണ് ആക്ച്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി വി എൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ലിസണർ, ലിസണറിന്റെ വെലോസിറ്റി ആണ്. ഇനി വി എസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ സോഴ്സ്, സോഴ്സിന്റെ വെലോസിറ്റി ആണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂ ബാർ ഇസ് ഇക്വൽ ടു വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു ന്യൂ. ഇതാണല്ലോ നമ്മൾ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കേസിലുള്ള പ്രോബ്ലത്തിനും ആൻസർ കണ്ടെത്താൻ പറ്റും. ഇതിൽ സൗണ്ട് വേവിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആണ്. സൗണ്ടിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആണ്. ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഉം. ഇനി നമ്മൾ ഇവിടെ ഒരു കൺവെൻഷൻ എടുക്കുകയാണ്. അത് നമ്മൾ ഇഷ്ടത്തിൽ എടുക്കാം. അതായത് ലെഫ്റ്റിലേക്കുള്ളതും റൈറ്റിലേക്കുള്ളതും ആണ് നമ്മുടെ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഫിസിക്സിൽ. ഓക്കെ, ഇതില് ലെഫ്റ്റിലേക്കുള്ള ഡയറക്ഷന്റെ മൊത്തം നമ്മൾ എന്തായിരിക്കും എടുക്കുകയാണ്? പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ഇനി സോറി, റൈറ്റിലേക്കുള്ളതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ലെഫ്റ്റിലേക്കുള്ളതൊക്കെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? നെഗറ്റീവായിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം,
ഇതിൽ ഇപ്പോ ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വി മൈനസ് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കേസിൽ ഞാൻ പറയാണ് പിന്നെ ലിസണർ സ്റ്റേഷനറി ആണ് ഫസ്റ്റ് കേസിൽ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യാം? വി മൈനസ് വി എൽ എന്നാണ്. ലിസണർ സ്റ്റേഷനറി ആണെങ്കിൽ ലിസണർക്ക് പിന്നെ വെലോസിറ്റി ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അവിടെ എന്തിട്ടാ മതി? സീറോ ചെയ്താൽ മതി. ഇനി സോഴ്സ് മൂവ് ടുവേർഡ്സ് ആണോ മൂവ് എവേ ആണോ നോക്കുക. മൂവ് ടുവേർഡ്സ് ആണെങ്കിൽ നമ്മൾ എന്താണ് കൊടുത്തത്? ഇപ്പൊ ലിസണർ ഇവിടെയാണുള്ളത്. ലിസണറിന്റെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ ടുവേർഡ്സ് ദ റൈറ്റ് ആണ്. റൈറ്റ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണ് കൊടുക്കേണ്ടത്. കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആ സൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഒന്നാമത്തെ, അതായത് ലിസണർ സ്റ്റേഷനറി ആണ്, സോഴ്സ് ടുവേർഡ്സ് ലിസണർ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. ന്യൂ ബാർ ഇസ് ഇക്വൽ ടു ലിസണർ സ്റ്റേഷനറി ആണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ വി മൈനസ് സീറോ തന്നെ കൊടുത്തു. ഓക്കെ. ഇനി സോഴ്സ് മൂവ് എവേ ഫ്രം ദ ലിസണർ ആണെങ്കിൽ വി മൈനസ്, നമുക്കറിയാം വെലോസിറ്റിന്റെ സൈൻ നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. നെഗറ്റീവ് വി എസ് ഇൻറ്റു ന്യൂ. ഓക്കെ. ഇതെന്തായി? ഇത് സോഴ്സ് ലിസണർ സ്റ്റേഷനറി ആണ്, സോഴ്സ് മൂവ് എവേ ഫ്രം ദ ലിസണർ ആണെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത്തരത്തില് ഈ സൈൻ കൺവെൻഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, സൈൻ കൺവെൻഷൻ എളുപ്പമാണ്, ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ചാൽ നമുക്ക് ഈ ഡോപ്ലർ എഫക്റ്റിന്റെ എല്ലാ പ്രോബ്ലംസും എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ കണ്ടീഷന്റെയും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിന്റെ ഇക്വേഷൻസ് പഠിക്കുന്നതിന് പകരം നമ്മൾ ഇത്തരത്തിൽ ഒറ്റ ഇക്വേഷൻ പഠിക്കുക, അതിന് ഉതകുന്ന തരത്തിലുള്ള സൈൻ കൺവെൻഷൻ പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡോപ്ലർ എഫക്റ്റിന്റെ എല്ലാ ചോദ്യങ്ങളും കണ്ടെത്താൻ പറ്റും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഇത്രയേ ഉള്ളൂ. അതായത് ഒന്നാമത്തെ മൊഡ്യൂൾ വേവ്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.